പുരുഷനൻ പേർക്കാൽ വീണ്ടെടുത്തന്നെ സ്വർഗഗാനാൽ നാട്ടിലാക്കുവാൻ. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി വേഗം വരാമെന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. വേഗം വരാമെന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു. സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി 8:8-9 വാക്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ച്. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുലിക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമ്മൾ ഈ ഒരു ഭാഗം ധ്യാനിക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് വലിയ ചില സന്ദേശങ്ങൾ ദൈവം നമുക്ക് തരികയാണ്. ആ മനുഷ്യൻ പറയാണ്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. അദ്ദേഹത്തിൻ്റെ യോഗ്യതയെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. 2, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിന്റെ ഒരു വാക്ക് മാത്രം എന്നോട് കൽപ്പിച്ചാൽ മതി, സൗഖ്യം വരും. എന്നിട്ട് അടുത്ത വാക്ക് പറയണം, ഞാനും അധികാരത്തിന് കീഴിലുള്ളൊരു മനുഷ്യൻ. ഒരാളോട് വരാൻ പറഞ്ഞാൽ വരും, പോകാൻ പറഞ്ഞാൽ പോകും. ഒരാളോട് ഇത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും, അമേൻ. ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല. ഈ മനുഷ്യന് 2-3 കാര്യങ്ങൾ നന്നായിട്ടറിയാം. 1, തൻ്റെ അയോഗ്യതയും ദൈവത്തിൻ്റെ യോഗ്യതയും. 2, യേശുവിൻ്റെ വാക്കിൻ്റെ ശക്തി. 3, അധികാരത്തിൻ്റെ പവർ. ക്രിസ്ത്യ ജീവിതത്തിനകത്ത് ചില ആഴമേറിയ സത്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ തന്നെ നമ്മുടെ അനുഗ്രഹത്തിലേക്കുള്ള ദൂരം അടുക്കുകയാണ്. ഈ മനുഷ്യൻ പറയുകയാണ്, അതിനകത്ത് ഒരു കാര്യം മാത്രം നിങ്ങളുടെ ഉള്ളിൽ, അധികാരത്തെ എനിക്കറിയാം. എനിക്കൊരു കാര്യം മനസ്സിലായിട്ട് അറിയാം. അദ്ദേഹം പറയാണ്, സകലതും നിന്റെ കൺട്രോളിലാണ്. എനിക്ക് ആ ബോധ്യം നന്നായിട്ടുണ്ട്. സകലതും നിന്റെ കൺട്രോൾ. നീ വരാൻ പറഞ്ഞാൽ വരും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും. സ്തോത്രം. ഈ രോഗവും ഇവിടുത്തെ ഭരണമെല്ലാം നിന്റെ വാക്ക് കേട്ടേ ചലിക്കും. എനിക്കതറിയാം. നീയാണ് അധികാരി. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട വലിയ കാര്യങ്ങളിൽ ഒന്നാണ് കർത്താവാണ് അധികാരി എന്നറിയണം. 2, നിങ്ങൾ അധികാരത്തിന്റെ ശക്തി അറിയണം. ഹല്ലേലൂയ. അധികാരത്തിനൊരു പവറുണ്ട്.
നാളെ ഇതുവഴി ഒരു റോഡ് ഉണ്ടാകട്ടെ എന്ന് ഒരു രാജാവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആ രാജാവ് JCB വിളിച്ച് റോഡ് വെട്ടുകയല്ല. അങ്ങനൊരു അധികാരത്തിൻ്റെ വാക്ക് അധികാരിയുടെ വായിൽ നിന്ന് വന്നാൽ നടപ്പിലാക്കാൻ ഒത്തിരി അനുയായികൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുണ്ട്. അത് അധികാരത്തിൻ്റെ പവറാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങളെയും ദൈവം എന്തൊക്കെയോ അധികാരിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഒരു സഭയുടെ അധികാരി, ഒരു ഭവനത്തിൻ്റെ അധികാരി, കുഞ്ഞുങ്ങളുടെ അധികാരി. അതെല്ലാം ഒരു അധികാരമാണ്. നിങ്ങൾക്ക് ആ അധികാരം യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മക്കളുടെ മേൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് നിങ്ങൾക്ക് അധികാരത്തിൽ കൽപ്പിക്കാൻ പറ്റും. നിങ്ങളുടെ അധികാര പരിധിക്കകത്ത് കയറിയിരിക്കുന്ന ഏതിനോടും നിങ്ങൾക്ക് ഇറങ്ങി മാറാൻ കൽപ്പിക്കാൻ പറ്റും. ഇതെന്റെ ടെറിട്ടറിയാണ്, നീ കയറരുത്. ഈ ചില ഒട്ടും ബലമില്ലാത്ത ചില നായ്ക്കുട്ടികൾ റോഡിലേക്ക് ഓടുന്ന കാണാം. എന്നാൽ അതിൻ്റെ വീട്ടിൽ ചെന്ന് ആ കോമ്പൗണ്ടിൽ എത്തിക്കഴിയുമ്പം അത് തിരിച്ചിരുന്ന് നിന്ന് കുരയ്ക്കും. കാരണം അത് പറയും, ഇതെൻ്റെ കോമ്പൗണ്ട്, എൻ്റെ അധികാരികൾ ഇതിനകത്തുണ്ട്, ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. പ്രകൃതിയിൽ പോലും സാധാരണയായ ഒരു മൃഗം പോലും തൻ്റെ അധികാര പരിധി തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, ദൈവപൈതലേ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ശരീരത്തിൽ ഒക്കെ അധികാരി നീയാണ്. ചിലതിനോട് ഇറങ്ങി മാറാൻ കൽപ്പിക്കണം, ചിലതിനോട് പോകാൻ കൽപ്പിക്കണം. യെസ് ലോർഡ്. ഇന്നത്തെ ദിവസം നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ചിലതിനോട് നോക്കി കൽപ്പിക്കണം. ഈ വചനം കേട്ടോ, കർത്താവ് ഇത് ഈ പുസ്തകത്തിലെ ഒരു ഭയങ്കര അത്ഭുതകരമായ ഭാഗമാണ്. നമ്മളത് പിന്നാലെ ചിന്തിക്കും. സ്തോത്രം. അതുകൊണ്ട് അധികാരത്തിൻ്റെ പവർ ഭയങ്കരമാണ്. ആ മനുഷ്യന്റെ ആ ഒരു ചിന്തയിലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. അധികാരത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കും. അതുകൊണ്ട് നിങ്ങളുടെ അധികാരങ്ങളെ നിങ്ങൾ ഉപയോഗിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു, ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, യേശുപ്പ, അങ്ങയ്ക്ക് അധികാരമുള്ളതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ അധികാരത്തിൽ നിന്നുകൊണ്ട് അങ്ങ് ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കായി സ്തോത്രം ചെയ്യും. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയിൽ കർത്താവെ, അങ്ങയുടെ അധികാരത്തിൽ വെളിപ്പെടുന്ന സൗഖ്യത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഈ വ്യക്തി ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും കർത്താവെ, അദ്ദേഹത്തിന് അങ്ങ് കൊടുത്തിരിക്കുന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് അതിൽ കർത്താവ് ചിലത് കൽപ്പിച്ച് ജയിക്കുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കുവാൻ പോകുന്നതിന് നന്ദി പറയും. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. അവരുടെ ടെറിട്ടറിയിൽ, അവരുടെ കുടുംബത്തിനകത്ത്, അവരുടെ ശരീരത്തിനകത്ത്, അവരുടെ ജോലി സ്ഥാപനത്തിനകത്ത്, അവർക്ക് ദൈവം കൊടുത്ത ബിസിനസ്സിനകത്ത്, അവർക്ക് ദൈവം കൊടുത്ത വാഹനത്തിനകത്ത് എന്തെങ്കിലും അനുകൃതമായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ, പൈശാചിക മണ്ഡലത്തിൽ നിന്ന് എന്തെങ്കിലും അതിക്രമിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും മന്ത്രവാദങ്ങളോ ആഭിചാരങ്ങളോ ദോഷങ്ങളോ അവരുടെ മേലുണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ അവരുടെ അധികാരം ഉപയോഗിക്കട്ടെ. അതിനെ ഞങ്ങൾ പൊട്ടിച്ച് പ്രാർത്ഥിക്കുന്നു. അത് തകർന്നു മാറട്ടെ. അവർ ആത്മാവിൽ കൽപ്പിച്ച് അതിനെ പുറത്താക്കി ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവിടെ ഒരു ഫ്രീഡം ദൈവം കൽപ്പിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അതിനെ പുറത്താക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആ ബന്ധനത്തെ അഴിക്കുന്നു. ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ കുടുംബത്തിന് മേലോ പിശാചിനോ ലോകത്തിനോ ഒരധികാരമില്ലെന്ന് കൽപ്പിക്കുന്നു. എല്ലാ മഹത്വം ഞങ്ങൾ കർത്താവിന് തരുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങളുടെ കൂടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെയും ഉണ്ട്. ഇന്നത്തെ ദിവസം ഏറ്റവും ബ്ലെസ്സിങ് ആയിരിക്കും. ശാലോ. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും, ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.